ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബണ്ണുണ്ടല്ലോ, ആ ബണ്ണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓവണില്ലാതെ തന്നെ വീട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഇപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് തന്നെ നമുക്കിതുപോലെ വലിയൊരു ബൗൾ എടുക്കാം. ഈ ഒരു ബൗളിലാണ് ഞാൻ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ വലിയൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഈ വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദയിലോട്ട് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി വരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഇത്ര ആവശ്യമില്ല, 2 ടേബിൾ സ്പൂൺ മതി. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു ടേബിൾ സ്പൂൺ അധികം ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, വളരെ കുറച്ച് മതി ഉപ്പ്, അത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ വരെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികൾ തമ്മിൽ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈഡ് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാം ഓയിൽ യൂസ് ചെയ്യാം, ഒപ്പം തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/4 കപ്പാണ്. 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂണ്. അത് ചേർത്തിട്ട് നമുക്ക് ഈ പൊടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ നടുവിൽ ഇതുപോലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലോട്ടായിട്ട് നമുക്ക് നല്ല ചൂടുള്ള ഇളം ചൂടുള്ള പാല്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 3/4 പാല് വരെയൊക്കെ മതിയാവും. 3/4 ഗ്ലാസ് പാല് മതിയാവും നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. അതിലും കൂടുതൽ പാലൊന്നും വേണ്ടിയല്ല. ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ടും ബാക്കി വെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കാം. എന്തായാലും 3/4 ഗ്ലാസ് പാല് വരെ എന്തായാലും നിങ്ങൾ ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരുപാട് അങ്ങ് കട്ടിയിലും അല്ല, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസായിട്ടും അല്ല, അങ്ങനെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക ഇതുപോലെ. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ ചൂടുള്ള സ്ഥലത്ത് വെക്കുക. ഇതിപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ചൂടുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി വരികയും ചെയ്യും. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലാണ് നമ്മുടെ ബണ്ണ് ബേക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ടിന്ന് ജസ്റ്റ് ഓയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം എല്ലായിടത്തും. അടിഭാഗം മാത്രം മതിയാവും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്നാണ് കൊട്ടിയിട്ട് ബാക്കിയുള്ള പൊടി അങ്ങ് കളയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിനും നമുക്കൊരു 7 ഭാഗമാക്കിയിട്ടാണ് മാറ്റുന്നത്. ഈക്വലായിട്ടുള്ള 7 ബോൾസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ 7 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ആ 7 എണ്ണത്തിനുള്ള മാവ് 2 കപ്പ് കറക്റ്റാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസ് വീതം ഉണ്ടാക്കിയിട്ട് കറക്റ്റാക്കിയിട്ട്, അതായത് നമ്മൾ നന്നായിട്ട് കയ്യിലിട്ടിട്ട് ഉരുട്ടി എടുത്തിട്ട് ആ ഷേപ്പ് കറക്റ്റാക്കി എടുക്കണം, ആ റൗണ്ട്. ഇല്ലെങ്കിൽ പലയിടത്തൊക്കെ പൊട്ടിയിട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ ഇരിക്കും ബേക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ വിട്ടിട്ട് വേണം വെക്കാൻ, ഗ്യാപ്പ് ഇട്ടിട്ട്. കാരണം നമ്മളിത് വീണ്ടും ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ചൂടുള്ള സ്ഥലത്ത് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനുള്ള ഞാനിവിടെ ഇഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ നേരെ നമ്മുടെ ഉപ്പിട്ടിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ, അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ കുറച്ച് പാൽ ഇതിൻ്റെ മുകളിലൊന്ന് എല്ലായിടത്തും ഒന്ന് തടവി കൊടുക്കാം.
ഈ ഒരു ടൈമിൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളറായിട്ട് മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത്ര ഉയരമുള്ള പാത്രം എടുക്കരുത്. നന്നായിട്ട് ഉയരമുള്ള പാത്രമാണെങ്കിൽ മുകളിൽ നന്നായിട്ട് ചുവന്ന് വരില്ല, വെള്ള കളർ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ചുവന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞക്കുരു ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അത് ഇതുപോലെ പാലിന് പകരം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല കളറ് കിട്ടും, മുകൾ ഭാഗം ബ്രൗൺ ആയിട്ട് വരും. ഇതിപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ടുള്ള ബണ്ണാണ്. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വരെ വെച്ചു, എന്നിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ നിങ്ങൾ, അതിൻ്റെ മുകൾ ഭാഗം കണ്ടോ വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നമ്മളെ ഇഡലി പാത്രത്തിന് ഉയരം കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ കളർ വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബണ്ണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പിന്നെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത് കേട്ടോ. ബട്ടർ തേച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ബ്രൗൺ കളറാക്കിയിട്ട് ഓവനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ബ്രൗൺ കളറാക്കിയിട്ടുള്ളത്. ജസ്റ്റ് ആ കനലിലൊന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളറാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബണ്ണ് നല്ല സൂപ്പർ ബണ്ണ് തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഹൈ ഫ്ലെയിമിൽ ഓവനിൽ ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ വെച്ചപ്പോഴത്തേനും മുകളിൽ ഇങ്ങനെ കളർ മാറി വന്നു. നമ്മളെ പെർഫെക്റ്റ് ബണ്ണിൻ്റെ ആ ഒരു കളറ് കിട്ടി. അപ്പോൾ ഇങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ച സംഭവം കഴിക്കാൻ റെഡി ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് എത്ര എളുപ്പമായിട്ടാണ് ഇത് നമുക്ക് ഓവനില്ലാതെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാവേ. താങ്ക്